എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ 1-ാം അധ്യായം, അതിൽ 11 തൊട്ടുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവും സാരവും പറയാം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പീതാംബരങ്കര വിരാജിത ശംഖുചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശ മനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ശ്ലോകം 11. അദസാധോത്രയത്സാരം സമുദ്രേത്യ മനീഷയ ബ്രൂഹിന ശ്രദ്ധദാനാനാം യേനാത്മാ സംപ്രസീദതി. അദസാധോത്രയത്സാരം സമുദ്രേത്യ മനീഷയ ബ്രൂഹിന ശ്രദ്ധദാനാനാം യേനാത്മാ സംപ്രസീദതി. അത ആയതുകൊണ്ട്, സാധോ യോഗ്യനായുള്ളവനെ, അത്ര ഇതിൽ, സാരം യത് സാരമായതു യാതൊന്നോ അതിനെ, മനീഷയാം ബുദ്ധി കൊണ്ട്, സമുദ്രിത്യ സമുദ്ധരിച്ചിട്ട്, ശ്രദ്ധദാനാനാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, നഹ ഞങ്ങളോട്, ബ്രൂഹിന പറഞ്ഞാലും, ഏന യാതൊന്നുകൊണ്ടും, ആത്മാ ബുദ്ധി, സംപ്രസീദതി വേണ്ട വിധം പ്രസാദിക്കും. ഞങ്ങൾ ബഹുശാസ്ത്രങ്ങളെ ശ്രവിപ്പാനോ ധരിപ്പാനോ നോക്കിയറിവാനോ ആയുസ്സും ഉത്സാഹവും ബുദ്ധിശക്തിയും ഇല്ലാത്തവരായി കൊണ്ട്, പരാനുഗ്രഹത്തിൽ താൽപ്പര്യമുള്ള ഹേ സാധോ, ആ വക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സാരത്തെ അങ്ങയുടെ ബുദ്ധിശക്തി കൊണ്ട് സമുദ്ധരിച്ച് കേൾപ്പാൻ ശ്രദ്ധയോട് ഇരിക്കുന്ന ഞങ്ങളോട് ഭവാൻ പറയണം. ആ സാരം കേൾക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് പരമശാന്തിയെ പ്രാപിക്കും. ശ്ലോകം 12. സൂതജാനാസി ഭദ്രം ദേ ഭഗവാൻ സത്വദാംബദേ ദേവൈക്യാം വസുദേവസ്യ ജാതോ യസ്യ ജിഗേഷയ. സൂതജാനാസി ഭദ്രം ദേ ഭഗവാൻ സത്വദാംബദേ ദേവൈക്യാം വസുദേവസ്യ ജാതോ യസ്യ ജിഗേഷയ. ശ്ലോകം 13. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യാംഗാനുവർണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ജഭവായ ജ. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യാംഗാനുവർണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ജഭവായ ജ. സൂത, ഹേ സൂത, ജാനാസി നീ അറിയുന്നു, തേ നിനക്ക്, ഭദ്രം മംഗളം, സാത്വതാം ഭക്തന്മാരുടെ, സാതതാം ഭക്തന്മാരുടെ, പതിഹി പാലകനായ ഭഗവാൻ ശ്രീനാരായണൻ, യസ്യ യാതൊന്നിൻ്റെ, ചികീഷയ നിർവഹണേച്ഛ കൊണ്ട്, വസുദേവസ്യ വസുദേവൻ്റെ പത്നിയായ, ദേവയ്ക്കാം ദേവകിയെ, ജാതഃ അവതരിച്ചു, തത് അതിനെ, ശുശ്രൂഷമാണാനാം കേൾപ്പാൻ ആഗ്രഹിക്കുന്ന, നഹ ഞങ്ങളോട്, അംഗ ഹേ പൂജ്യ, അനുവർണിതം ക്രമത്തിൽ വർണ്ണിപ്പാനായിക്കൊണ്ട്, അർഹസി നീ അർഹിക്കുന്നു, യസ്യ യാതൊരുത്തൻ്റെ, അവതാരഃ അവതാരം, ഭൂതാനാം പ്രാണികളുടെ, ക്ഷേമായ പാലനത്തിനായിക്കൊണ്ടും, ഭവായജ അഭിവൃദ്ധിക്കായിക്കൊണ്ടും ആകുന്നു. ഒന്നുകൂടെ ചോദിക്കുന്നു, ഹേ സൂത, നീ അറിയുന്നുവല്ലോ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഭജിക്കുന്നവരെ പരിപാലിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ എന്തു കാര്യം ചെയ്യുവാനാണ് വസുദേവൻ്റെ പുത്രനായിട്ട് ദേവകിയിൽ അവതരിച്ചത്? അത് കേൾപ്പാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് ആ അവതാരത്തെയും ലീലകളെയും ക്രമത്തിൽ പറയണം.
ഭഗവാന്റെ അവതാരം സകല പ്രാണികളുടെ രക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണല്ലോ. ശ്ലോകം 14. ആപന്ന സംസൃതിം ഘോരാം യന്നാവാ വിവശോ ഗൃണൻ തതസദ്യോ വിമുച്ഛേദ യദ്ഭിവേദി സ്വയം ഭയം. ആപന്ന സംസൃതിം ഘോരാം യന്നാമാ വിവശോ ഗൃണൻ തതസദ്യോ വിമുച്ഛേദ യദ്ഭിവേദി സ്വയം ഭയം. ഘോരാം ഭയങ്കരമായ സംസൃതിം സംസാരത്തെ ആപന്ന പ്രാപിച്ചവൻ വിവശ പരവശനായിട്ടും എന്നാമ യാതൊരുത്തൻ്റെ നാമത്തെ ഗൃണൻ ഉച്ചരിക്കുന്നവനായിട്ട് സദ്യ തൽക്ഷണം തത അതിൽ നിന്ന് വിമുച്ഛേദ മോചിക്കപ്പെടും ഭയം ഭീതി യത് യാതൊന്നോ സ്വയം വിവേദി താനേ തന്നെ ഭയപ്പെടുന്നു. ഭഗവാന്റെ പ്രഭാവം അതിശയം തന്നെ. ഭയസ്ഥാനമായ സംസാരത്തെ പ്രാപിച്ചവൻ സങ്കടം നിമിത്തം അവശനായിട്ടായാലും യാതൊരു നാമത്തെ ഉച്ചരിച്ച ക്ഷണത്തിൽ സംസാര ദുഃഖത്തിൽ നിന്ന് തീരെ മുക്തനാകുന്നു. ഏതൊരുവന്റെ നാമത്തിൽ നിന്ന് സാക്ഷാൽ ഭയസ്വരൂപനായ യമൻ കൂടെ ഭയപ്പെടുന്നു. ആ ഭഗവാന്റെ മഹിമ ആശ്ചര്യമല്ലേ. ശ്ലോകം 15. യത്പാദ സംശ്രയാസൂത മുനയ പ്രശമായനാഃ സദ്യ പുനന്ത്യപസ്പൃഷ്ട സുർധുന്യാവോനുസേവയ. യത്പാദ സംശ്രയാസൂത മുനയ പ്രശമായനാഃ സദ്യ പുനന്ത്യപസൃഷ്ട സുർധുന്യാവോനുസേവയ. സൂത, ഹേ സൂത, യത്പാദ സംശ്രയ യാതൊരുവൻ്റെ പാദം ആശ്രയമായിട്ടുള്ളവരും പ്രശമായന പ്രകർഷേണ ശമത്തെ മാർഗമായി സ്വീകരിച്ചവരുമായ മുനയ മുനിമാർ സദ്യ ഉടനെ പുനന്തി ശുദ്ധി വരുത്തുന്നു സ്വർധൂന്യാപഹ സ്വർധൂനിയുടെ ജലങ്ങൾ ഉപസ്പൃഷ്ട ഉപസ്പർശിക്കപ്പെട്ടിട്ട് അനുസേവയ ക്രമത്തിലുള്ള സേവ കൊണ്ട് ശുദ്ധ്യന്തി ശുദ്ധി വരുത്തുന്നു. സജ്ജനങ്ങളോടുള്ള ചേർച്ച ഗംഗാസ്ഥാനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കാണിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ശാന്തന്മാരായ മുനിമാരോട് ചേരുന്നവരുടെ അന്ധഃകരണം ക്ഷണത്തിൽ ശുദ്ധമായി ഭവിക്കുന്നു. ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകുന്ന ഗംഗാജലമാകട്ടെ അധികകാല സേവ കൊണ്ട് പരിശുദ്ധിയെ നൽകുന്നു. ശ്ലോകം 16. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഢ്യകർമ്മണഃ ബുദ്ധികാമോ ന ശൃണുയാദ്യ യശക്കലിമലാപഹം. കോ വാ ഭഗവസ്തസ്യ പുണ്യശ്ലോകേഢ്യകർമ്മണഃ ശുദ്ധികാമോ ന ശൃണുയാത് യശക്കലിമലാപഹം. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഢ്യകർമ്മണഃ ശുദ്ധികാമോ നോ ശൃണുയാത് യശക്കലിമലാപഹം. പുണ്യശ്ലോകേഢ്യകർമ്മണ പുണ്യശ്ലോകന്മാരാൽ സ്തോത്രം ചെയ്യപ്പെടുവാൻ യോഗ്യങ്ങളായ കർമ്മങ്ങളോടുകൂടിയ ഭഗവത സ്തസ്യ ഭഗവാനായ അവൻ്റെ കലിമലാപഹം കലിമലത്തെ നശിപ്പിക്കുന്നതായ യശഃ യശസ്സിനെ ശുദ്ധികാമഃ ശുദ്ധിയെ ആഗ്രഹിക്കുന്ന ക ഏതൊരുവൻ ന ശൃണുയാൻ കേൾക്കയില്ല. പുണ്യശ്ലോകന്മാരായ മഹാത്മാക്കൾക്ക് കീർത്തനം ചെയ്യുവാൻ യോഗ്യങ്ങളായ അനേകം കർമ്മങ്ങളെ ചെയ്തിരിക്കുന്ന ആ ഭഗവാന്റെ കലിദോഷശാന്തികരമായ യശസ്സിനെ മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഏതൊരുവൻ കേൾപ്പാൻ ആഗ്രഹിക്കുകയില്ല. ശ്ലോകം 17. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂര്യഭി ബ്രൂഹിന ശ്രദ്ധദാനാനാം ലീലയാ ദദകലാഃ. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂര്യഭി ബ്രൂഹിന ശ്രദ്ധദാനാനാം ലീലയാ ദദകലാഃ. ലീലയാ ലീല കൊണ്ട് കലാഹ കലകളെ ദധത്തഹ ധരിച്ചിരിക്കുന്ന തസ്യ അവൻ്റെ
ഉദാരാണി മഹത്തുക്കളും സുരഭിഃ വിദ്വാൻമാരാൽ പരിഗീതാനി ആദരപൂർവം കീർത്തിക്കപ്പെട്ടവയുമായ കർമാണി കർമ്മങ്ങളെ ശ്രദ്ധധാനാനാം ശ്രദ്ധയുള്ളവരായ ഞങ്ങളോട് ബ്രൂഹി പറഞ്ഞാലും. സ്വേച്ഛയാ ബ്രഹ്മാവ്, ശിവൻ എന്നിങ്ങനെയുള്ള മൂർത്തികളെ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ജീവാനുഗ്രഹ സമർത്ഥങ്ങളായ സൃഷ്ടിയാദി വ്യാപാരങ്ങളെ അവയെ കേൾപ്പാൻ അതിശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഞങ്ങളോട് പറയണം. സ്വർഗാദി ലീലകളെയും പറയണമെന്ന് മൂന്നാമത്തെ പ്രശ്നം. ശ്ലോകം 18. അദാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാ ലീലാവിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയാ. അദാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാ ലീലാവിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയാ. അധഃ അനന്തരം സ്വൈരം സ്വേച്ഛ കൊണ്ട് ആത്മമായ തൻ്റെ മായയാൽ ലീലാ ക്രീഡകളെ വിദധത ചെയ്യുന്ന ഈശ്വരസ്യ ഈശ്വരനായ ഹരേ ഹരിയുടെ ശുഭകളായ അവതാരകഥകളെ ധീമൻ ഹേ ബുദ്ധിമാനായ സൂത ആഖ്യാഹി പറഞ്ഞാലും. ഹേ ബുദ്ധിശാലിയായ സൂത, ജീവാനുഗ്രഹത്തിനു വേണ്ടി സ്വേച്ഛപ്രകാരം മായാശക്തിയാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന 5 വിധം ലീലകളെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേശ്വരനായ ഹരിയുടെ മംഗളപ്രദങ്ങളായ മത്സ്യാദി അവതാര കഥകളെയും പറയണം. ശ്ലോകം 19. വയന്തുനവേ വിദർപ്യാമ ഉത്തമ ശ്ലോകവിക്രമേ യേ ശൃണ്വതാം രസജ്ഞാനാം സാധു സാധു പദേ പദേ. വയന്തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോകവിക്രമേ യേ ശൃണ്വതാം രസജ്ഞാനാം സാധു സാധു പദേ പദേ. യാതൊന്നിനെ ശൃണ്വതാം ശ്രവിക്കുന്ന, രസജ്ഞാനാം രസം അറിയുന്നവർക്ക്, പദേ പദേ പദം തോറും, സാധു സാധു ഉപരിപരി സാധു ഭവിക്കുന്നു. ഉത്തമ ശ്ലോക വിക്രമേ ഉത്തമ ശ്ലോക വിക്രമത്തിൽ വയം തോ ഞങ്ങളാകട്ടെ ന വിതൃപ്യാമ തൃപ്തന്മാരാകുന്നില്ല. ഭഗവാന്റെ പരാക്രമാദി വൈഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥകളെ കേൾക്കുന്നവരും അതിൻ്റെ രസം അറിയുന്നവരുമായവർക്ക് പദം തോറും ഉപരിപരി ആനന്ദം അനുഭവമായിരിക്കും. അപ്രകാരമുള്ള ആ വീര്യ അതിശയത്തെ എത്ര കേട്ടിട്ടും കേട്ടത് മതിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ശ്ലോകം 20. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷഃ. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷഃ. കപടമാനുഷഃ കപടമാനുഷനും ഗൂഢ എല്ലാവർക്കും അറിവാൻ കഴിയാത്തവനും ഭഗവാൻ മഹിമയുള്ളവനുമായ കേശവ ശ്രീകൃഷ്ണൻ രാമേണ സഹ ബലരാമനോടുകൂടെ അതിമർത്യാനി മനുഷ്യന്മാർക്ക് സാധിക്കാത്തതായ വീര്യാണി പരാക്രമങ്ങളെ കൃതവാൻ കില ചെയ്തുവല്ലോ. മനുഷ്യൻ എന്ന നാട്യത്തിൽ സഞ്ചരിക്കുന്നവനും മറ്റാർക്കും അറിവാൻ കഴിയാത്ത വിധം സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ മറഞ്ഞിരിക്കുന്നവനും മഹാമഹിമയുള്ളവനുമായ ശ്രീകൃഷ്ണൻ ബലരാമ സഹിതനായിട്ട് മനുഷ്യർക്ക് സാധ്യങ്ങളല്ലാത്ത പരാക്രമ പ്രവൃത്തികളെ നടത്തിയിരിക്കുന്നുവല്ലോ. 21. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ. വൈഷ്ണവേ വിഷ്ണു പ്രതിഷ്ഠയുള്ള അസ്മിൻ ക്ഷേത്രേ ഈ ക്ഷേത്രത്തിൽ
ദീർഘസത്രേണ ദീർഘസത്രത്തോടുകൂടെ ആസീനാഹ ഇരിക്കുന്ന വയം ഞങ്ങൾ കലിം കലിയെ ആഗത പ്രാപ്തനായിട്ട് ആജ്ഞയ അറിഞ്ഞിട്ട് ഹരേ കഥായാം ഹരിയുടെ കഥയിൽ സാക്ഷണാഹ അവസരത്തെ പ്രാപിച്ചവരാകുന്നു. കലിയുഗം ആരംഭിച്ചതിനെ അറിഞ്ഞ ഞങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പദത്തോട് ചേരണമെന്നുള്ള സങ്കല്പത്താൽ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ദീർഘകാല സാധ്യമായിരിക്കുന്ന സത്രത്തെ ആരംഭിച്ച് ശ്രീഹരിയുടെ കഥ കേൾപ്പാനുള്ള അവസരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാകുന്നു. ശ്ലോകം 22. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിശ്ചിതേഷതാം കലിം സത്വഹരം പുംസാം കർണധാരായി വാർണവം. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിശ്ചിതേഷതാം കലിം സത്വഹരം പുംസാം കർണധാരായി വാർണവം. പുംസാം പുംസന്മാരുടെ സത്വഹരം സത്വത്തെ ഹരിക്കുന്നതും ദുസ്തരം കടക്കാൻ പ്രയാസമുള്ളതുമായ കലിം കലിയെ അർണവം ഇവ സമുദ്രത്തെ എന്ന പോലെ നിശ്ചിതീർഷതാം കടക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കർണധാര ഇവ കപ്പൽക്കാരനെന്ന പോലെ ത്വം നീ ധാത്ര ദൈവത്താൽ സന്ദർശിത സന്ദർശിപ്പിക്കപ്പെട്ടു. മനുഷ്യരുടെ സത്വഗുണത്തെയും അതുനിമിത്തമുണ്ടാകുന്ന മനഃശുദ്ധിയെയും നശിപ്പിക്കുന്നതും സാമാന്യന്മാർക്ക് ബലവത്സഹായം കൂടാതെ കടക്കാൻ കഴിയാത്തതുമായ കലിയെ കലിയാൽ വ്യാപിക്കപ്പെട്ടതായ സംസാരത്തെ സമുദ്രത്തെ എന്ന പോലെ കടക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കപ്പൽക്കാരൻ എന്ന പോലെ ഇരിക്കുന്ന നിന്നെ ദൈവം കാട്ടിത്തന്നു. ശ്ലോകം 23. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണ ബ്രഹ്മണ്യേ ധർമ്മവർമ്മിണി സ്വാം കാഷ്ടാമധുനോ വേദേ ധർമ്മകം ശരണം ഗത. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടമധുനോ വേദേ ധർമ്മകം ശരണം ഗത. ബ്രഹ്മണ്യേ ബ്രാഹ്മണ ഹിതകാരിയും ധർമ്മവർമ്മണി ധർമ്മത്തിൻ്റെ രക്ഷിതാവും യോഗേശ്വരേ യോഗങ്ങളുടെ ബലദാതാവുമായ കൃഷ്ണേ ശ്രീകൃഷ്ണൻ അധുന ഇപ്പോൾ സ്വാം കാഷ്ടാം തൻ്റെ സ്ഥാനത്തെ ഉപേരെ പ്രാപിച്ചിരിക്കുമ്പോൾ ധർമ്മ ധർമ്മം ക ആരെ ശരണം ഗത ശരണം പ്രാപിച്ചു. ബ്രൂഹി പറഞ്ഞാലും. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ബ്രാഹ്മണർക്ക് ഹിതത്തെ ചെയ്തതും ധർമ്മത്തെ സംരക്ഷിച്ചതും യോഗങ്ങൾക്ക് ഫലത്തെ ദാനം ചെയ്ത് കൊണ്ടുമിരിക്കുന്ന ഈശ്വരനായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് എന്നുള്ള സംഗതിയെയും പറയണം. ഓം ഇതി ശ്രീമദ്ഭഗവതി മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷോയോപാഖ്യാന പ്രഥമോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം. വാസുദേവം ജഗത്സൃതം. ഓം ശാന്തി ശാന്തി ശാന്തി.